നമസ്കാരം. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവവും അതീവ ഗൗരവമായ ഒരു നിയമ പോരാട്ടത്തിനാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ച് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പക്കലുള്ള എല്ലാ രേഖകളും ഫയലുകളും നേരിട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടതോടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ഇളമുറക്കാരന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കർണാടകയിൽ നിന്നുള്ള BJP പ്രവർത്തകൻ S. വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജീവ് സിംഗിന്റെ ബെഞ്ച് മാർച്ച് 19-നകം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നടപടികളുടെ പൂർണ്ണരൂപം സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തിന് പിന്നിൽ കേവലം രാഷ്ട്രീയമായ ആരോപണങ്ങളല്ല, മറിച്ച് വിദേശ രാജ്യത്തെ ഔദ്യോഗിക കമ്പനി രേഖകളുടെ പിൻബലമുണ്ടെന്നുള്ളതാണ് ഇതിനെ ഗൗരവമാക്കുന്നത്. ബ്രിട്ടനിലെ ബാക്ക് ഓഫ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 2005-2006 വർഷങ്ങളിലെ വാർഷിക റിട്ടേണുകൾ രാഹുൽ ഗാന്ധി തന്റെ പൗരത്വം ബ്രിട്ടീഷ് എന്ന് സ്വയം രേഖപ്പെടുത്തിയതാണ് ഈ കേസിലെ ഏറ്റവും വലിയ തെളിവായി പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വമേധയാ സ്വീകരിച്ചാൽ ആ നിമിഷം തന്നെ അയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ സെക്ഷൻ 9 വ്യക്തമായി പറയുന്നു. എന്നിരിക്കെ ഒരു വിദേശ പൗരനാണോ ഇത്രയും കാലം ഇന്ത്യയിലെ പാർലമെന്റിൽ അംഗമായി ഇരുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. 2015-ൽ മുതിർന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആദ്യമായി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ രാജ്യം ഞെട്ടലോടെയാണ് ഇത് കേട്ടത്. തുടർന്ന് 2019-ൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു. എങ്കിലും ഇത് വെറും സാങ്കേതിക പിശകാണെന്ന മറുപടി നൽകി ഒഴിഞ്ഞു മാറാനാണ് രാഹുൽ ശ്രമിച്ചത്. എന്നാൽ ഒന്നിലധികം തവണ കമ്പനി രേഖകളിൽ ബ്രിട്ടീഷ് പൗരത്വം എന്ന് ആവർത്തിച്ചു വന്നത് എങ്ങനെ ഒരു സാങ്കേതിക പിശകാകും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. പൗരത്വം പോലുള്ള അതിപ്രധാനമായ വിഷയങ്ങളിൽ വിചാരണ കോടതികൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് ജനുവരി 28-ന് താഴെത്തട്ടിലുള്ള കോടതി ഹർജി തള്ളിയെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് പരാതിക്കാരന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും അതിന് മതിയായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഉറപ്പിച്ചു പറയുന്ന വിഘ്നേഷ് ശിശിർ പാസ്പോർട്ട് നിയമവും ഔദ്യോഗിക രഹസ്യ നിയമവും രാഹുൽ ലംഘിച്ചതായും ആരോപിക്കുന്നു. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പൗരത്വം സംബന്ധിച്ച സത്യസന്ധത പുലർത്താത്ത ഒരാൾക്ക് എങ്ങനെ ജനപ്രതിനിധിയായി തുടരാൻ സാധിക്കുമെന്നത് ധാർമ്മികമായും നിയമപരമായും വലിയൊരു വെല്ലുവിളിയാണ്. സുപ്രീം കോടതി മുൻപ് ചില ഹർജികൾ തള്ളിയിട്ടുണ്ടെങ്കിലും പുതിയ തെളിവുകളുമായി ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരന്റെ വാദങ്ങൾ മാർച്ച് 19-ന് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. പൗരത്വ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്ന BJPയുടെ നിലപാടിന് ഈ നീക്കം വലിയ ശക്തി പകരുന്നു. ഭാരതത്തിന്റെ പരമാധികാരത്തെയും പൗരത്വത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം ലംഘനങ്ങൾ നടന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ രാഹുൽ ഗാന്ധിക്ക് തന്റെ MP സ്ഥാനം മാത്രമല്ല ഭാവിയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള യോഗ്യത തന്നെ എന്നേക്കുമായും നഷ്ടപ്പെട്ടേക്കാം. രാജ്യം ഉറ്റുനോക്കുന്നത് മാർച്ച് 19-ലേക്കാണ്. അന്ന് ഹാജരാക്കപ്പെടുന്ന ആ രഹസ്യ ഫയലുകൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്രയുടെ അന്ത്യമാണോ എന്ന് തീരുമാനിക്കും. ദേശീയതയ്ക്കും നിയമവാഴ്ചയ്ക്കും മുൻതൂക്കം നൽകുന്ന ഭാരതീയ ജനതയ്ക്ക് മുന്നിൽ ഈ കേസ് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.